ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പല വമ്പന്മാർക്കും കാലിടറിയപ്പോൾ അപ്രതീക്ഷിത മത്സരങ്ങളാണ് ക്വാർട്ടറിൽ ആരാധകരെ കാത്തിരിക്കുന്നത്. ട്വിസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ. 48-32 ചുരുങ്ങി. പിന്നീട് അത് 16 മാറി. ഇനി 8 കളിയാണ്. കിരീടത്തിലേക്കുള്ള ദൂരം കുറയുന്നു. ലോകകപ്പിന്റെ ക്വാർട്ടർ പോരാട്ട ചിത്രം ഇങ്ങനെ. മൂന്നാം കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസും ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയും തമ്മിലാണ് ആദ്യ മത്സരം. നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ദിദിയർ ദശാംസിന് കീഴിലുള്ള ഈ സംഘത്തെ മറികടക്കുക മൊറോക്കോയ്ക്ക് എളുപ്പമാകില്ല. ഗോൾവേട്ടയിൽ മുന്നിലുള്ള എംപാപ്പയെയും ഡെംബലെ, ബാർക്കോള, ഒലിസെ എന്നിവരടങ്ങുന്ന ആക്രമണ നിരയെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാകും സെമി ടിക്കറ്റിന്റെ അന്തിമ വിധി തീരുമാനിക്കുക. തോൽവി അറിയാതെയാണ് ആഫ്രിക്കൻ സംഘത്തിന്റെയും വരവ്. കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിൽ വീണ കണ്ണീരിന് കണക്ക് പറയാനിറങ്ങുമ്പോൾ മത്സരം കടുക്കുമെന്നുറപ്പാണ്. പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയ സ്പെയിൻ 6 ക്ലീൻ ഷീറ്റുകളുമായാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിനെത്തുന്നത്. മധ്യനിരയും മുന്നേറ്റ നിരയും ഒരുപോലെ ഫോം കണ്ടെത്തി കഴിഞ്ഞു. ഗോൾ വഴങ്ങാത്ത പ്രതിരോധവും ഗോൾ കീപ്പറും നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. സുവർണ കാലഘട്ടത്തിലെ 2 താരങ്ങളുടെ തോളേറിയാണ് ബെൽജിയത്തിന്റെ കുതിപ്പ്. ഗ്രൂപ്പ് ജിയിൽ നിന്ന് തോൽവി അറിയാതെ നോക്കൌട്ടിലേക്ക്. സെനഗലിനെയും അമേരിക്കയെയും മറികടന്ന് ക്വാർട്ടർ പ്രവേശനം. ക്വാർട്ടർ പോരാട്ടത്തിൽ ചൂടുപിടിച്ച മത്സരമായിരിക്കും ഇത്. ലോക കിരീടത്തിൽ 2ാം തവണ മുത്തമിടാനെത്തുന്ന ഇംഗ്ലണ്ട്, കന്നിക്കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന നോർവേ, ഗാനയോടേറ്റ ഗോൾരഹിത സമനില, കോങ്കോയോട് 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം പൊരുതിക്കേറി നേടിയ വിജയം. നായകൻ ഹാരി കെയ്ൻ പോരു നയിച്ച മുന്നിലുണ്ട്. സാക്കയും ബെല്ലിംഗ്ഹാമുമെല്ലാം തിളങ്ങി നിൽക്കുന്നു. മറുവശത്ത് പൂർവികരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുറങ്ങുന്ന ഒരു സംഘം. ചരിത്രം തിരുത്തിക്കുറിച്ച മത്സരങ്ങളായിരുന്നു നോർവേയുടേത്. എർലിംഗ് ഹാലൻഡ് എന്ന ഗോൾ വേട്ടക്കാരൻ തന്നെയാണ് പ്രധാനി. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാൻ ഒഡേഗാർഡും. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനോട് തോൽവിയുറപ്പിച്ച മത്സരത്തിൽ അവസാന 10 മിനിറ്റിൽ നടത്തിയ പോരാട്ടത്തിൽ പിടിച്ചെടുത്ത വിജയവുമായാണ് അർജന്റീന എത്തുന്നത്. ഇക്കുറിയും മെസ്സിയാണ് ടീമിന്റെ എല്ലാമെല്ലാം. മുന്നേറ്റത്തിലും ഗോൾ കണ്ടെത്തുന്നതിലും ടീമിന് മുതൽക്കൂട്ടും ഈ നായകൻ തന്നെ. എന്നാൽ 72 വർഷത്തിനു ശേഷം മറ്റൊരു ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടിയ ത്രില്ലിലാണ് സ്വിറ്റ്സർലൻഡ്. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇനി ബാക്കിയുള്ളതെന്ന് വരും ദിവസങ്ങൾ പറയും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.